പ്രിയപ്പെട്ടവരെ, ഈ പണ്ഡിതന്റെ കണ്ണീര് നിങ്ങളാരും കാണാതെ പോകരുത്. പ്ലീസ് ഒന്ന് പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ജാബിർ നിസാമിയാണ്. ദയവ് ചെയ്ത് പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും ഈ വീഡിയോ തട്ടി മാറ്റി പോകരുത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ വല്ലാത്തൊരു സങ്കടം ഉണ്ട് കേട്ടോ. കാരണം ഒരു പണ്ഡിതന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇൽമ പകർന്നു കൊടുത്ത, പരിശുദ്ധമായ ഇൽമ് നുകർന്നു കൊടുത്ത ഒരു പണ്ഡിതൻ ഇന്ന് നമ്മുടെ മുമ്പില് നിറകണ്ണുകളോടെ തന്റെ പൊന്നു മക്കളുമായി തന്റെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ മുമ്പിൽ വന്ന് സഹായം അഭ്യർത്ഥിക്കുന്ന വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് മാക്സിമം നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഈ വീഡിയോ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഷെയർ ചെയ്യണം. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇൽമു പഠിപ്പിച്ച, ദർസുമായി, മുദർരിസായി, ഖതീബായി നിരവധി മഹല്ലുകളിൽ സേവനം ചെയ്ത പ്രിയപ്പെട്ട പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അഷ്റഫ് ഉസ്താദ്. കേവലം ഒരു പണ്ഡിതൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരുപാട് മൊമെന്റുകൾ കാണാൻ സാധിക്കും. ഒരുപാട് ആദരവുകൾ ഉസ്താദ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കാരണം ആ പണ്ഡിതൻ മാത്രമായി ഒരു ഖതീബായി നിന്ന ആള് മാത്രമല്ല ഉസ്താദ്, ഒരുപാട് ആളുകൾക്ക് സേവന പ്രവർത്തനത്തിന് സേവനം ചെയ്ത ഒരു പണ്ഡിതനും കൂടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. അതിന്റെ ഏറ്റവും വലിയ ഉസ്താദിന്റെ ക്വാളിറ്റി, ഒരു മനുഷ്യൻ, ഒരു പണ്ഡിതൻ, ആ പണ്ഡിതന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഒരു ഖതീബായി നിൽക്കുക, ഒരു ജനങ്ങളുടെ സ്വാധീനം ഉണ്ടാകുക എന്ന് പറഞ്ഞാല് ഒരു മഹല്ലിൽ 10 വർഷത്തോളം കന്യപ്പാടി എന്ന് പറയുന്ന മഹല്ലിൽ ജോലി ചെയ്ത, 10 വർഷം ജോലി ചെയ്ത് ഉസ്താദിന് നൽകിയ ഒരു ആദരവിന്റെ ഒരു പീസാണ് ഇത്. പ്രത്യേകം ഞാൻ എടുത്തു കാണിക്കാനുള്ള കാരണം, ആ മഹല്ലുകാർ ഇതിൽ രേഖപ്പെടുത്തിയ ഓരോ വിഷയങ്ങളും ആ മഹല്ലിൽ 10 വർഷത്തോളം സേവനം ചെയ്യുമ്പോൾ എല്ലാ സമുദായക്കാരെ ഐക്യത്തിലേക്ക് കൊണ്ടുവരുന്ന, എല്ലാവരെയും ഐക്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ ഒരു നിഷ്കളങ്കനായ, സ്വാത്വികനായ ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അഷ്റഫ് ഉസ്താദ്. കാസർഗോഡ് ജില്ലയിലെ ദേലമ്പാടി എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഉസ്താദ് ഇന്ന് വൃക്കകളും തകരാറിലായി വല്ലാത്തൊരു പ്രയാസാണ്. ഒരു കിഡ്നി രോഗി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ആ കിഡ്നി രോഗിക്ക് ഒരു ദിവസം 1 ലിറ്ററിലധികം വെള്ളം കുടിക്കാൻ പറ്റില്ല, ശ്വാസം എടുക്കാൻ പറ്റില്ല. വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തോളം ഉണ്ട്. ആ ഉസ്താദിന്റെ ഏറ്റവും വലിയ പ്രയാസം എന്തെന്നറിയോ പ്രിയപ്പെട്ടവരെ? എന്നോട് പറഞ്ഞത് എനിക്ക് ശരീരത്തിന്റെ ഭാഗങ്ങൾ വേദനിക്കുന്നുണ്ടു എന്നല്ല, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്നല്ല, എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല എന്ന വേദനയല്ല ഉസ്താദ് എന്നോട് പറഞ്ഞത്. അതൊന്നുമല്ല ഉസ്താദിന്റെ പ്രശ്നം. എന്നാൽ ഉസ്താദിന് അത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഇല്ല എന്നതല്ല, ഇത് ഒരുപാട് ശാരീരികമായ അസ്വസ്ഥതയുണ്ട്, ക്ഷീണമുണ്ട്, എല്ലാമുണ്ട്. ആ വേദനകളൊക്കെ സഹിക്കാൻ ഉസ്താദ് തയ്യാറാണ്. ഉസ്താദിന്റെ ഏറ്റവും വലിയ വേദന എന്തെന്നറിയോ എന്നോട് പറഞ്ഞത്, ഞങ്ങളോട് പറഞ്ഞത്, കമ്മിറ്റിക്കാരോട് പറയുന്നത്, സ്നേഹിക്കുന്നവരോട് പറയുന്നത്, ഞാൻ ജീവിതത്തില് ജമാഅത്തായിട്ടല്ലാതെ നിസ്കരിച്ച ആളല്ല. ഞാൻ ജമാഅത്തായി കൃത്യമായി നിസ്കരിക്കുന്ന ആളായിരുന്നു. എനിക്ക് പരിശുദ്ധമായ ഖുർആൻ അത് എനിക്ക് പാരായണം ചെയ്യാൻ വലിയ ഇഷ്ടമായിരുന്നു. അതൊക്കെ എനിക്ക് സുഖകരമായിട്ട് പാരായണം ചെയ്യാൻ സാധിക്കുമായിരുന്നു. എനിക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോ എനിക്ക് ഈ രോഗം കാരണം കൊണ്ട് ഇതൊന്നും സാധിക്കാത്ത ആ ഒരു വലിയ വേദനയാണ് പ്രിയപ്പെട്ട പണ്ഡിതൻ എന്നോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോടും അത് തന്നെയാണ് ഉസ്താദിന് പറയാനുള്ളത്. പണമില്ലാത്തതിന്റെ പേരിൽ കിഡ്നി മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു നിസ്സഹായ അവസ്ഥ ഈ ഉസ്താദിന് വന്നുകൂടാ എന്നതുകൊണ്ട് മാത്രമാണ് ഉസ്താദിന്റെ നാട്ടിലെ ഉസ്താദിനെ സ്നേഹിക്കുന്ന എല്ലാ സമുദായക്കാരും ജാതിയോ മതമോ രാഷ്ട്രീയമോ വർഗമോ സംഘടനയോ ഒന്നും നോക്കാതെ പുറത്ത് ഒരു ജനബാഹുല്യം തന്നെ ഉസ്താദിന്റെ സങ്കടത്തോടൊപ്പം ഒരു നാട് മുഴുവനും നിൽക്കുക. ഇതുവരെ ആ നാട്ടുകാരെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വ്യക്തമായ ഒരു ചികിത്സ കമ്മിറ്റി അഷ്റഫ് ഫൈസി ഉസ്താദിന്റെ പേരിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്നൊരു സഹായം നിങ്ങളെല്ലാവരും ചെയ്യണം. പകരം തരാൻ ഈ മക്കളെ കയ്യിലോ ഈ ഉസ്താദിന്റെ കയ്യിലോ സാധുവായ എൻ്റെ കയ്യിലോ ഒന്നുമില്ല, പ്രാർത്ഥനകളല്ലാതെ, ദുആകളല്ലാതെ. ഉപ്പാനെ സഹായിച്ച ആളുകളെ നിങ്ങൾ ദുആ ചെയ്യൂലേ? ദുആർക്കൂലേ? ദുആർക്കും. ഇൻഷാ അല്ലാ ഈ പൊന്നു മക്കളെ മുഖം നോക്കിയിട്ട്, ഈ പൊന്നു മക്കളെ മുഖം കണ്ടിട്ട് ഈ പൊന്നു മക്കളുടെ പിതാവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പ്ലീസ് ഇതൊന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ
ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദീനി പ്രബോധന രംഗത്ത് നിറസാന്നിധ്യമായി ഒരുപാട് മഹല്ലുകളിൽ സേവനമനുഷ്ഠിച്ച ഞങ്ങളുടെ നാട്ടുകാരനാണ് ബഹുമാനപ്പെട്ട അഷ്റഫ് ഫൈ ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ 2 കിഡ്നിയും തകരാറായിക്കൊണ്ട് ഒരുപാട് കാലമായി ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി ഏകദേശം 45 ലക്ഷത്തോളം രൂപ ആവശ്യമുണ്ട്. അതിനു വേണ്ടി ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും, ഉദാരമതികളാകുന്ന മുഴുവൻ ആളുകളും അദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി സഹായിക്കണമെന്ന് നിങ്ങളോട് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.